ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ കെ.പി. ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജയിൽ ഉദ്യോഗസ്ഥർ എത്തിയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അനന്തകൃഷ്ണൻ അനന്തൻ വിവരങ്ങൾ പറയും. രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് അംഗം കെ.പി. ശങ്കരദാസിനെ 3:15 ആശുപത്രി മാറ്റിയത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ശങ്കരദാസിനെ മാറ്റിയിരിക്കുന്നത്. പൂജപ്പുര ജയിലിലെ അധികൃതർ എത്തിയാണ് ശങ്കരദാസിനെ ആശുപത്രി മാറ്റിയത്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൽ ജയിൽ അധികൃതരുടെ മേൽനോട്ടത്തിലാകും ചികിത്സകൾ പുരോഗമിക്കുക. നേരത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡിനെയാണ് പ്രതി ചേർത്തിരുന്നത്. അതിൽ ശങ്കരദാസ് ഒഴികെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അടക്കം എല്ലാവരും അറസ്റ്റിലായിരുന്നു. പിന്നീട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് വിവാദമായി ഹൈക്കോടതി തന്നെ അറസ്റ്റ് വൈകുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശങ്കരദാസിനെ SIT ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് ഇവിടെ ഈ ആശുപത്രിയിൽ വന്ന് റിമാൻഡ് രേഖപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഇന്നലെ പൂജപ്പുര ജയിലിലെ ആരോഗ്യ വിഭാഗം ഇവിടെ ആശുപത്രിയിലെത്തി ശങ്കരദാസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചു. അതിനുശേഷമാണ് ആശുപത്രി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ ഒരു പക്ഷേ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി ഡോക്ടർമാർ പറയുന്നത് വരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരാനാണ് ജയിൽ അധികൃതരുടെ തീരുമാനം. ഇപ്പോൾ ഈ കേസിൽ ഏത് തരത്തിലായിരിക്കും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി വരിക? അനന്തൻ, കേസിൽ ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ജയിലിൻ്റെ സെല്ലുണ്ട്. മിക്കവാറും ആ സെല്ലിൽ തന്നെയാകും ശങ്കരദാസിനെ പാർപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജയിലിൽ കിടക്കുന്ന അതേ ഒരു മാനദണ്ഡം തന്നെയാകും മെഡിക്കൽ കോളേജിലും ഉണ്ടാകുന്നത്. സന്ദർശിക്കുന്ന ആൾക്കാർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ജയിലിൻ്റെ പൂർണ്ണമായും നിരീക്ഷണത്തിൽ തന്നെയാകും ശങ്കരദാസിനെ അവിടെ പാർപ്പിക്കുക. ഏതായാലും ഒരു പക്ഷേ ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായാൽ ജയിലിലേക്ക് തന്നെയാകും മാറ്റുക. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.